നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മെയ് മാസത്തെ പുണർദ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. പുണർദ നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് മിഥുനക്കൂറാണ്. 45 നാഴിക വരുന്നത്, ശേഷം 15 നാഴിക വരുന്നത് കർക്കിടകക്കൂറിലാണ്. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ചാരവശാൽ 12-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ 1-ാം തീയതി 12-ലേക്ക് വ്യാഴം മാറിയതിന് ശേഷം ഇത്തിരി ദൈവാധീനക്കുറവിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ലാഭസ്ഥാനത്ത് സർവാഭിഷ്ട വ്യാഴം നിന്നിരുന്ന സമയത്തുള്ളതിനേക്കാൾ കുറച്ചുകൂടി അത്ര അനുകൂലമായിരിക്കുന്നൊരു സമയമായിട്ട് കാണുന്നില്ല. മാത്രമല്ല 12-ാം ഭാവത്തിൽ സഹായ സ്ഥാനാധിപതി നിൽക്കുന്നത് കാരണം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ അകന്നു പോകാനിട വരിക, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾക്ക് വിദേശയോഗം പോലുള്ള കാര്യങ്ങൾക്ക് അനുകൂലാവസ്ഥയുണ്ട്. ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനാണ് എങ്കിൽ പോലും കർമ്മസ്ഥാനത്ത് ചൊവ്വയും രാഹുവും കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഭാവേ കർമ്മഗതിയത് കർമ്മവിഹിതർ എന്ന് പറയുന്നൊരു അവസ്ഥ ദോഷമുള്ളത് കാരണം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ പ്രതീക്ഷിക്കാത്ത മുടക്കങ്ങൾ വരാനും ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ വരാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല 4-ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ വീട് വിട്ട് നിൽക്കാനുള്ള യോഗമാണ്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ടെൻഷനൊക്കെ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ 18-ാം തീയതി 12-ലേക്ക് ശുക്രൻ വരുന്നുണ്ട്. അപ്പോൾ ഗുരുശുക്ര യോഗം 12-ാം ഭാവത്തിൽ വരുമ്പോൾ ഗുരുഭാർഗവ സംയോഗ ദിവ്യദാരോ മഹാധനി എന്ന് പറയുന്നൊരു യോഗം ഉണ്ടെങ്കിൽ പോലും സാധനം അന്ത്യം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 12 ശുക്രൻ നിൽക്കുന്ന കാരണം അപ്രതീക്ഷിതമായിരിക്കുന്ന ധനലാഭം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗം ഉണ്ടെങ്കിലും കർമാധിപതി 12-ലായത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാനചലനത്തിനുള്ള ഒരു യോഗമുണ്ട്. അതേപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണം പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ശത്രു സ്ഥാനാധിപതി കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തൊഴിൽ മേഖലയിൽ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം ഉള്ളത് കാരണം കൊണ്ട് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത തന്നെ കൂടുതലാണ്. അത് കാരണം ഒരു കാരണവശാലും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ വേണ്ട എന്ന് വിചാരിച്ച് മറ്റൊരു തൊഴിലിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കൊന്നും പോകാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കർമ്മതടസ്സത്തിനുള്ളൊരു സാധ്യത യാണ് 10-ൽ ചൊവ്വ നിൽക്കുന്നത് കാരണം ഉള്ളത്. അപ്പോൾ അത് രാഹുവിനോട് യോഗം ചെയ്തിട്ടായത് കാരണം ചെറിയ കാര്യങ്ങൾക്ക് ശത്രുദോഷം വരികയും സഹപ്രവർത്തകരുമായിട്ടോ മേലുദ്യോഗസ്ഥന്മാരുമായിട്ടോ അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കാനും മുന്നോട്ട് പോകാനും ശ്രമിക്കണം. അതിൽ തന്നെ വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കുകയാണ് ഏറ്റവും അനുകൂലം. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവമാണ്. അപ്പോൾ വീട്ടിലാണെങ്കിൽ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനും വീട്ടിൽ ആവശ്യമില്ലാത്ത കലഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വീട് വിട്ട് നിൽക്കുമ്പോൾ 12-ാം വ്യാഴം ധനകാരകനായിരിക്കുന്ന വ്യാഴം 12-ലായത് കാരണം കൊണ്ട് നമുക്ക് മറ്റു സ്ഥലത്തു നിന്നാണ് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗം. അപ്പോൾ വീട് വിട്ട് നിൽക്കുന്നവർക്കാണ് അതിൻ്റേതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ളൂ. അതുപോലെ തന്നെയാണ് 7-ാം ഭാവാധിപതി 12-ലായത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പെട്ടെന്ന് തൊഴിൽ കിട്ടാനുള്ളൊരു സാധ്യത ഈ മാസത്തിൽ കാണുന്നില്ല. അതേപോലെ തന്നെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നേതൃത്വപരമായിരിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണെങ്കിൽ പോലും ഒരു സ്ഥാനചലനത്തിന് യോഗമുണ്ട്. എന്നാൽ പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. കാരണം സർവാഭിഷ്ട സ്ഥാനത്തേക്ക് വ്യാഴം വന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാലും അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിലാണ്. അതിൻ്റെ ആയിരിക്കുന്ന ചെറിയൊരു ദോഷമുണ്ട്. എങ്കിൽ പോലും ഭാഗ്യസ്ഥാനത്ത് 5-ാം ഭാവാധിപതി നിൽക്കുന്നവരെ മനസ്സിന് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് യോഗമുണ്ട്. 10-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുകയും 10-ാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം കൊണ്ട് ദൈവാധീനം കൂടി ഉള്ളത് കാരണം കൊണ്ട് സാമ്പത്തികമായിട്ട് നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് യോഗമുണ്ട്. അതേപോലെ തന്നെ സഹായികളായിരിക്കുന്ന വ്യക്തികൾ, കൂടെ തന്നെ നിൽക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റമൊക്കെ ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് മറ്റുള്ളവരുടെ സംസാരവും പെരുമാറ്റമൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചും പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും വ്യാഴപ്പിഴവിനുള്ള പരിഹാരമായിട്ട് വിഷ്ണുക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസം വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.